ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ അടുത്ത് കമന്റിലൂടെയും അല്ലാതൊക്കെ അറിയിക്കുന്നുണ്ട് വോയിസിന് ഒരു ഇച്ചിരി ഇഷ്യൂ ഉണ്ടെന്ന്. ആക്ച്വലി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മൈക്കിന് ഒരു പ്രോബ്ലം പറ്റി പോയി. സോ എന്തായാലും നമ്മൾ മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വരുന്നോടെ വരെ ഒരു 6 to 7 days വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിസിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മൾ ലവ് സ്റ്റോറീൻ്റെ സെക്കൻഡ് പാർട്ടും അതുപോലെ തന്നെ വ്ലോഗ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട്, ഡെയിലി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. സോ എന്തായാലും ഈ ഒരു ഇഷ്യൂ നമ്മൾ ഉടനെ തന്നെ പരിഹരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കുറച്ച് ദിവസത്തേക്ക് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ടൊക്കെ ചെയ്യാം. സോ എങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ കുറേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറേ സ്പൂഫും അതുപോലെ തന്നെ നമ്മുടെ ലവ് സ്റ്റോറീൻ്റെ ബാക്കിയും നമ്മുടെ ഫാമിലി വ്ലോഗ്സും ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ മോണിറ്റൈസേഷൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് രേണുസുതി വീണ്ടും നമ്മുടെ ബിഗ് ബോസിലേക്ക് തിരിച്ചു പോവുകയാണെന്നുള്ള കാര്യം. ആൻഡ് 99% ഇപ്പോൾ ഔട്ടായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് തിരിച്ചു വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ 99%ഉം അത് നമ്മുടെ രേണുസുതിനെ വിളിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ രേണു ചേച്ചി കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസിൽ പോയിട്ട് ഏറ്റവും നല്ലൊരു ഫേസ് ആയിട്ട് തിരിച്ചു വന്ന, അല്ലെങ്കിൽ നല്ലൊരു കുറേ ഫാൻ ബേസോടെ കൂടി തിരിച്ചു വന്നൊരു വ്യക്തിയാണ് രേണു. ആൻഡ് ഓൾസോ നമ്മൾ വിചാരിച്ചത് ഭയങ്കര നെഗറ്റീവായി പോകും ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ബിഗ് ബോസിലേക്ക് പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ നല്ല രീതിക്ക് നെഗറ്റീവ് കിട്ടാൻ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും രേണു എന്നാണ്. പക്ഷേ ഫാൻസിനെ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വന്നൊരു വ്യക്തിയാണ് രേണു. സോ അതുകൊണ്ട് തന്നെ ഇനി ഒരാൾ തിരിച്ചു പോവുകയാണെങ്കിൽ 99% രേണുവിനായിരിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നത്. ആൻഡ് ഓൾസോ പുള്ളിക്കാരി തന്നെ വർക്ക്ഔട്ട് ചെയ്ത് വന്നതാണ്. ആൻഡ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാമായിരുന്നു, ലൈവിലൊക്കെ ആണെങ്കിലും ഒത്തിരി വോട്ട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു രേണു. 4-5ാമത്തെ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ കണ്ടന്റ് തന്നില്ലെങ്കിൽ പോലും ആ പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. സോ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി തിരിച്ചു പോകുമോ എന്ന്. അപ്പോൾ പുള്ളിക്കാരി ഒരു പാട്ടോട് കൂടിയായിരുന്നു അതിനെ അവതരിപ്പിച്ചത്. സോ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഗോ ബാക്ക് ടു എന്താ പറയുക, കുറേ ആൾക്കാർ പറയുന്നുണ്ട് നെവിൻ തിരിച്ചു പോയപ്പം വിളിച്ചത് കൊണ്ട് ഒരു കണ്ടന്റ് ആക്കി വിളിച്ചു. പക്ഷെ നമുക്ക് പുള്ളിക്കാരിൻ്റെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ അവസ്ഥകളും അല്ലെങ്കിൽ പുള്ളിക്കാരിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടെങ്കിൽ തന്നെ അറിയാം, ഭയങ്കര മടുത്തിട്ടാണ് പുള്ളിക്കാരി അവിടെ നിന്ന് പോകുന്നത്. ആൻഡ് ഓൾസോ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു അമ്മയല്ല, സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ആ ഒരു വികാരം എന്താണെന്ന്. പക്ഷെ ഞാനൊരു പെണ്ണായത് തന്നെ കുറച്ച് എനിക്ക് ആ ഒരു വികാരം എന്താണെന്നൊക്കെ മനസ്സിലാവും. കാരണം കുഞ്ഞിനെ കാണാതിരിക്കുമ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പണ്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, അപ്പോൾ കുട്ടീൻ്റെ കൂടെയാണോ എന്നുള്ളത്. പക്ഷെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാനോ വാട്സാപ്പിൽ ചെയ്യാനോ ഒന്നും, വീഡിയോ കോൾ ചെയ്യാനോ ഒന്നും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. സോ അത് മെയിനായിട്ടും പുള്ളിക്കാരിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് കുറച്ച് ഡിപ്രഷനിലായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾക്ക് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്താണ് പുള്ളിക്കാരി ഈ റീലും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ബിഗ് ബോസിലേക്ക് പോയപ്പോൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് രേണു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരി സ്വയം അങ്ങ് ഒറ്റപ്പെട്ടതാണോ. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഉള്ള സിറ്റുവേഷൻസ് വരും. കാരണം നമ്മൾ വൈബിനൊത്ത ആൾക്കാരല്ലെങ്കിൽ, ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. പക്ഷെ എൻ്റെ വൈബിനൊത്തൊരു പേഴ്സൺ അല്ല എൻ്റെ കൂടെ എങ്കിൽ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ എനിക്ക് ആ കംഫർട്ടായി ടോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ കംഫർട്ട്നെസ് എനിക്ക് കിട്ടില്ല. സോ ഞാൻ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഇൻട്രോവേർട്ടായിട്ട് അല്ലെങ്കിൽ ഒതുങ്ങി കൂടി ഞാൻ നിൽക്കും. ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ഹൈപ്പർ ആക്റ്റീവാണ്, എല്ലാം ആണ്. പക്ഷെ എനിക്കൊരു കംഫർട്ട് പ്ലേസ് അല്ല എന്നുണ്ടെങ്കിൽ, കംഫർട്ട് എന്ന് പറയുന്നതല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കാർക്ക് നമുക്കൊരു ചെറിയൊരു വൈബ് സാധനം ഉണ്ടല്ലോ, ആ വൈബ് സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഭയങ്കര
എന്നെ മിണ്ടാതിരിക്കും. പക്ഷെ ആ മിണ്ടാതിരിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറച്ചു നേരം മിണ്ടായിരുന്നാൽ ഭയങ്കര തലവേദന വരുന്ന ഒരു വ്യക്തിയാണ്. സോ അപ്പം അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക് രേണുവില് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. സോ പുള്ളിക്കാരി അവിടെ ചെന്നപ്പോൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുത്തതൊന്നും അല്ല അങ്ങനെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പുള്ളിക്കാരി ഒറ്റപ്പെട്ട് പോയി. പിന്നെ ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ പോലും പുള്ളിക്കാരിക്ക് ഭയങ്കര അങ്ങനെ അത്രയ്ക്കും ഫിസിക്കൽ ടാസ്ക് ചെയ്യാനുള്ള ഫിസിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ അതുപോലെ തന്നെ പുള്ളിക്കാരി എന്ന് പറയുന്നത് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള പേഴ്സണോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ആഫ്റ്റർ ബിഗ് ബോസിൽ പോയതിന് ശേഷം ഞാൻ പുള്ളിക്കാരിയിൽ കണ്ട ഒരു അല്ല എങ്കിൽ നമുക്കറിയാം അല്ലെ, ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ആക്ച്വൽ ക്യാരക്ടർ കിട്ടും എന്ന് പറഞ്ഞു. അപ്പം രേണുവിനെ കുറിച്ചുള്ള ഒരു 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 എനിക്ക് തോന്നിയ ഒരു പുള്ളിയുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്നൊരു കാര്യമാണ്. പുള്ളിക്കാരി ഇങ്ങനെ ഓപ്പൺ ആണ്, ഇങ്ങനെ എന്ത് വരുമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് പുള്ളിക്കാരിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ആൻഡ് രേണു എന്താ പറയുക അവിടെ ചെന്നു ഒറ്റപ്പെട്ടു പോയി. ആൻഡ് നമ്മൾ കുറേ നാള് നമുക്ക് ഫുഡില്ല, അങ്ങനെയില്ല, ഒന്നുമില്ല, ഫ്രണ്ട്സ് ഇല്ല, ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഓൾറെഡി ഒരു ട്രോമയിലിരുന്ന ഒരു വ്യക്തിയാണ്. സോ അത് വീണ്ടും തിരിച്ചു വരുന്നു എന്ന് പുള്ളിക്കാരി ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു. ഇറ്റ്സ് വെരി കറക്റ്റാണ്. 100 അല്ല 101% അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് പുള്ളിക്കാരി ഇറങ്ങി പോയത് കൊണ്ട് തന്നെ വീണ്ടും ആ ഒരു ട്രോമയിലേക്ക് വഴുതി വീഴാതെ പുള്ളിക്കാരി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. സോ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഗോ ബാക്ക് എഗെയിൻ ആണ്. പുള്ളിക്കാരിക്ക് വീണ്ടും ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു പോകാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. ആൻഡ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരി പോവാന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ബിഗ് ബോസിലേക്ക് പോയ ഒരു വീഡിയോ ആണ് വീണ്ടും എടുത്തിട്ടിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് ട്രൂ അറ്റ് ഓൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടൊരു ചിന്ത വന്നു പോയത്, എനിക്ക് മേ ബി ഐ ഡോണ്ട് നോ, ഞാൻ പറഞ്ഞു ഒരു അമ്മയ്ക്കാണ് മനസ്സിലാവത്തുള്ളൂ. കാരണം കുട്ടി സുധിച്ചേട്ടനെ ഇങ്ങനെ എന്താ പറയുക ടി വിയിൽ കണ്ടു, അപ്പം വിളിക്കുന്നില്ല പക്ഷെ കാണുന്നുണ്ട്. അപ്പം രേണുവിനെ ആ ഒരു സെയിം സാഹചര്യത്തിൽ കാണണം. അപ്പം മമ്മിയും മരിച്ചു പോയോ എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അമ്മയ്ക്ക് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് വെളിയിൽ നിന്ന് കേട്ടറിഞ്ഞിട്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുത്ത സാധനമാണ് അവിടെ പോയി ഓപ്പൺ അപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. പുള്ളിക്കാരുടെ ആ ഒരു ഡിപ്രഷൻ ഫീലിംഗിൽ നിന്നുള്ളിൽ നിന്ന് വന്നതായിരിക്കും. ആൻഡ് ഓൾസോ പുള്ളിക്കാരി പറയുന്നുണ്ട് അവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ, ഫ്രൈഡേ പട്ടി പറിക്കില്ല, അവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ അതിൽ 100 വന്ന് പറയുന്നുണ്ട് സുധിച്ചേട്ടൻ താണ്ടെ സ്റ്റോർ റൂമിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം. ആൻഡ് ഓൾസോ പുള്ളിക്കാരിയുടെ അമ്മ വന്നിട്ട് പറയുന്നു പോവാം, അല്ലെങ്കിൽ കൊച്ചി ഇങ്ങനെയാണ് അങ്ങനെ കുറേ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നു. ആൻഡ് ഐ ഫീൽ ഇറ്റ്സ് വെരി ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് അത്രയ്ക്കും ഹാപ്പി ആയിട്ടാണ് പുള്ളിക്കാരി ഇറങ്ങിപ്പോയത്. അതുപോലെ ലാലേട്ടൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു ജന പിന്തുണ ഭയങ്കര കൂടുതലായിട്ടുള്ളൊരു വ്യക്തിയാണ് രേണു. അപ്പം എന്തായാലും നെവിൻ പറഞ്ഞതുപോലെ തിരിച്ചു കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിക്കാരിയെ തിരിച്ചു വിടുമായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് അതൊട്ടും താല്പര്യമില്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു 2 ഡേയ്സിന്റെ മുഖഭാവമാണെങ്കിലും വന്നപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും അത്രയ്ക്കും വയ്യാണ്ടാണ് പുള്ളിക്കാരി വന്നത്. ഇപ്പം നമുക്ക് ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ കാണാൻ പറ്റും. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ, ചിലവരുടെ ലൈഫ് അങ്ങനെയൊക്കെ തന്നെയാണ്. സോ എന്തായാലും ബിഗ് ബോസ് നമ്മുടെ രേണുവിന്റെ മുഖംമൂടി അഴിച്ചു മാറ്റിയിരിക്കുകയല്ലേ. രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണെന്നുള്ള ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എല്ലാവർക്കും തന്നെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും രേണു ഒരു കണ്ടന്റും അവിടെ തന്നിട്ടില്ല അല്ലെ, ഒരു കണ്ടന്റും തന്നിട്ടില്ലെങ്കിൽ പോലും ആളുടെ ക്യാരക്ടർ ജെന്യൂൻ ആയിട്ടുള്ള ക്യാരക്ടർ വെളിയിലേക്ക് വരാനും അതുപോലെ ബിഗ് ബോസ് ഒരുപാട് പുള്ളിക്കാരെ സഹായിച്ചിട്ടുണ്ട്. ആൻഡ് ഞാനാണെങ്കിൽ പോലും നിങ്ങൾ ബാക്കിലായിട്ടുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ കുറേ നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ നമുക്ക് എന്താണ് വാട്ട് ആക്ച്വലി ഷീ ഈസ് എന്ന് നമുക്ക് മനസ്സിലായി. സോ അത് നമുക്ക് ഇപ്പോൾ നമ്മളുടെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് പേര് വീണ്ടും പോവാണെന്നുള്ള വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അതുകൊണ്ടാണ്. സോ എന്തായാലും നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു ഫുൾ എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പ്ലാച്ചിക്കുട്ടൻ്റെ കഥകളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ ഞാൻ പറയാണ്, ഞങ്ങളുടെ മൈക്കിന് കുറച്ച് ഇഷ്യൂ പറ്റി. സോ വിത്തിൻ 6 days ഞങ്ങൾ അത് സൗണ്ട് ക്വാളിറ്റി വിൽ ബ്രിങ് ബാക്ക്. ഓക്കെ, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ
എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ എന്തായാലും ഞങ്ങൾ ഒരു നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഞങ്ങളുടെ ലവ് സ്റ്റോറി സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ എന്തായാലും നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും, എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.